അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് നമുക്ക് പാറക്കടവ് പയ്യെ കാലം തൊട്ടേ ഉള്ള ഒരു ഓട്ട് കമ്പനി കാണാം. ഓട്ട് കമ്പനി പണ്ടൊക്കെ ഈ ഓട്ട് കമ്പനിയിൽ നിന്നൊരു ശേരം വാങ്ങുമ്പോഴാണ് നമ്മൾ സമയം കണക്കാക്കിയിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ അതൊക്കെ ആരൊക്കെ അയൽവാസികൾ അവിടെ ശബ്ദ മലിനീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് ഏതായാലും ആ ഒരു ശേരം വാങ്ങുന്ന ആ തനിമ നഷ്ടപ്പെടുത്തിയതിൽ ഓൽക്കൊരു ആശ്വാസം. ഏതായാലും അതൊക്കെ നമ്മളെ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതില്ല. ഇപ്പോൾ ഏതായാലും സമയത്തിന് ഒരു ബടിയെടുത്ത് അങ്ങനെ മുട്ടലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അന്നത്തെ ആ തനിമയോട് കൂടിയിട്ട് ഇന്നും നിലനിൽക്കുന്ന ആ കമ്പനി, പ്രതിസന്ധികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കമ്പനിക്ക് പണ്ടൊക്കെ. പക്ഷേ അതൊക്കെ തരണം ചെയ്തപ്പോൾ വളരെ വിജയകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോഡ് കയറ്റാൻ വേണ്ടി പോയപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് നമ്മളെ മീഡിയയിൽ നമ്മളെ പ്രേക്ഷകർക്കായിട്ടൊന്ന് ഇറക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടുത്തെ ഇപ്പോഴത്തെ വാച്ച്മാൻ ഹംസ സാഹിബ്, സീക്കനർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാം. ഇതാണ് ഈ ചൂള വെക്കുന്ന സ്ഥലം. ഇതിപ്പോൾ ഈ ചൂളയിൽ കണ്ട അതൊരു ഇഷ്ടിക ചൂള ആയി പൊളിച്ചതാണ്. കുരടീസ്, ഓട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, ഓട് സംബന്ധമായ എല്ലാ ഐറ്റംസുകളും അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കട്ട, അടുപ്പിൻ്റെ കട്ട, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അത് ഓരോ ചേകുകളാണ്. ഇതിലൊക്കെ ചൂളൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും പൊളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓരോ സമയങ്ങളുണ്ടാവും. സമയം അത്രയും വെന്തതിന് ശേഷമാണ് അത് പൊളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓടുണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ, അതിൻ്റെ നിർമ്മാണമൊക്കെ കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും അറിയിക്കുക. ഈ കമ്പനിക്ക് ഒരുപാട് കാലം, എൻ്റെ കുട്ടിക്കാലം മുതൽ ഏകദേശം ഒരു 60 കൊല്ലത്തിൻ്റെ മേലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ കാരണന്മാരൊക്കെ ഇതിൽ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ജോലി ചെയ്ത് ഒരുപാട് ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. അങ്ങനെ ഇന്നും തലമുറകളായി അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ നിർമ്മാണം. ഇവിടെയാണ് അതിൻ്റെ നിർമ്മിതം ഒക്കെ നടക്കുന്നത്. ഒക്കെ കുഴച്ചിട്ട് അതിങ്ങനെ അടിച്ച് മെഷീനിലൂടെ അതിങ്ങനെ ബെൽറ്റും കൂടെ ഇങ്ങനെ നേരെ ചേതിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. കണ്ടില്ലേ? ആ ബെൽറ്റും അങ്ങനെ ഓരോന്നോരോന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. അതൊന്നും നിലനിൽക്കുന്നതിൽ അഭിമാനിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.